ഞാനിന്ന് ഒരു സ്വീറ്റ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ അവല് കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അവല് ഒരു 3 ഈ കപ്പിന് ഞാനൊരു 3 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ നേർപകുതി തേങ്ങ ചെറിയത് 1.5 കപ്പ്, 1 കപ്പും 1/2 കപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ശർക്കര ഞാൻ ഓൾറെഡി അത് ഒന്ന് അരിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി മണ്ണ് പോലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കപ്പിന് നമ്മൾ 3 കപ്പ് ശർക്കര പൊടി കുറച്ച് പൊടിച്ചിട്ട് അത് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതിനെ ഉരുക്കി ഒത്തിരി കിടന്ന് തിളയ്ക്കേണ്ട, 2-3 തിളയൊക്കെ കഴിയുമ്പോഴത്തേക്കും എടുത്ത് അത് തണുത്തപ്പം അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതായത് 3 കപ്പ് ശർക്കരയുടെ ഇതാണ്. പിന്നെ കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയും നെയ്യിൽ മൂപ്പിച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. 3 ഏലക്ക ഞാൻ വെച്ച് അതിലോട്ട് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 കപ്പ് അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, വേഗം ആകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങയും കൂടെ അങ്ങ് ഇടാം. അപ്പോൾ തേങ്ങയുടെ വെള്ളമയമൊക്കെ അങ്ങ് പൊക്കോളും. ഇതൊന്ന് മൂക്കണം, ഒരു 2 മിനിറ്റ് എടുക്കും ഇതൊന്ന് മൂക്കാൻ. ഇപ്പം നമ്മുടെ അവലൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഒരുപാടാണെങ്കിൽ കറുത്ത് പോകും. ഇതിപ്പം നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്, നമുക്ക് ആ ശബ്ദമാണ് അതിൻ്റെ ഒരിത്. പിന്നെ നല്ലപോലെ പൊടിയുന്നുമുണ്ട്. ഇപ്പം നമ്മളിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം തണുക്കാൻ. നല്ല നമുക്ക് മിക്സിയിൽ ശർക്കര വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന്, അപ്പം അതായത് നേരത്തെ എടുത്തു വെച്ചായതുകൊണ്ട് അതിൻ്റെ ചൂട് കുറഞ്ഞത് കാരണം ഒന്നും കൂടെ ചെറുതായിട്ട് ചൂടാക്കുക. ഇത് ഞാൻ ഇങ്ങനെ തരിപ്പായിട്ട് നമ്മുടെ തേങ്ങയും അവലും കൂടെ മിക്സി പൊടിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് കുറച്ച് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതിടാം. കുറേശ്ശെ വേണം ഇടാനേ. ഈ സമയത്ത് നമുക്ക് ഈ കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ നമ്മൾ വറുത്ത് ചെറുതാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിനകത്തോട്ട് ഇടാം. അതും കൂടെ ഒന്ന് നല്ലോണം ചേർക്കുക. ഏലക്കാപ്പൊടി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചേർക്കുക. ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ മതിയേ. ഹലോ, ഇത് ഞാൻ പിന്നെ വെറുതെ ബൗളിൽ വെച്ചിരിക്കുകയാണ്. ബൗളിൽ നിന്ന് എടുത്ത് കുറേശ്ശെ നമുക്ക് തിന്നാം, അല്ലെങ്കിൽ ഇത് ഉരുട്ടി അത് ഉണ്ടയാക്കാം, ബോൾസാക്കിയും കഴിക്കാം. ഞാനിപ്പോൾ തൽക്കാലം വെറുതെ ബൗളിൽ വെച്ചിരിക്കുകയാണ് കഴിക്കാൻ. വെറും ഒരു സ്വീറ്റ് അവല് കൊണ്ട് ഉണ്ടാക്കിയൊരു സ്വീറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.